ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് nicolasnila.com പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫയർ സ്കാനേഴ്സ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്കാനേഴ്സ് നമ്മൾ ടോട്ടലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫയർ സ്കാനേഴ്സിൽ ആദ്യം തന്നെ ഫയർസ് ലോഗിൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആദ്യം തന്നെ ആപ്പ് ഐ ഡിയും സീക്രട്ട് കോഡും ഓതറൈസേഷൻ കോഡും കൊടുക്കണം. അപ്പോൾ ഈ ആപ്പ് ഐ ഡിയും സീക്രട്ട് കോഡും വളരെ സിമ്പിളായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഫയേഴ്സ് API എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലിങ്ക് കിട്ടും myapi.fires. അതിൽ ക്ലിക്ക് ചെയ്യാം. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പ് ഐ ഡി സീക്രട്ടായിട്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. പിന്നെ ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ അത് സേവ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ക്രിയേറ്റ് ആപ്പ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് നിക്കോളാസ് ട്രേഡിംഗ് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം റീഡയറക്റ്റ് URL ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ആപ്പ് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആപ്പ് ഐ ഡിയും സീക്രട്ട് ഐ ഡിയും കിട്ടും. ഈ ആപ്പ് ഐ ഡി നമുക്ക് ഇവിടെ കൊടുക്കാം. സീക്രട്ട് ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ ഓതറൈസേഷൻ കോഡ് കിട്ടാൻ ജസ്റ്റ് ഓതറൈസേഷൻ URL ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കോഡ് കിട്ടും. ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു തവണ കൊടുത്താൽ മതിയോ, അടുത്ത തവണ ഇത് ഓട്ടോ സേവ് ആയി കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഓതറൈസേഷൻ കോഡ് മാത്രം ഒന്ന് ജനറേറ്റ് ചെയ്താൽ മതി. അതോടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഓതൻറ്റിക്കേറ്റ് ഓൾ സ്കാനേഴ്സ് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി സ്കാനറിലെല്ലാം ഓട്ടോമാറ്റിക് ലോഗിൻ ആവും. പണ്ട് നമ്മൾ ഓരോ സ്കാനർ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ആപ്പ് ഐഡിയും സീക്രട്ട് ഐഡിയും കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ അത് വേണ്ട. ഒരിക്കലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്കാനറിലും അത് ലോഗിൻ ആയി ഉണ്ടാവും. ഇനി നമുക്ക് ആദ്യത്തെ സ്കാനർ നോക്കാം. ഫയേഴ്സ് OHL സ്കാനർ. അപ്പോൾ ഇതൊക്കെ ഫ്രീ സ്കാനറാണ്. ആദ്യത്തെ 2 സ്കാനർ ഫ്രീ സ്കാനറാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫയേഴ്സ് OHL സ്കാനർ. അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഓപ്പൺ സിഗിൾ ടു ഹൈ, ഓപ്പൺ സിഗിൾ ലോ വന്ന് കണ്ടുപിടിക്കാനാണ്. ജസ്റ്റ് OHL ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സിഗിൾ ടു ഹൈ വന്ന സ്റ്റോക്സുകൾ കിട്ടും. നമുക്ക് ഇവിടെ തന്നെ ബയോ സെല്ലോ ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്പൺ സിഗിൾ ലോ ആണെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ബയോ സെല്ലും ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതാണ് ഇതിപ്പോൾ ഓപ്പൺ ഹൈ ലോ സ്കാനറാണ്. അടുത്തത് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ സ്റ്റോക്സുകൾ കണ്ടുപിടിക്കാനുള്ള സ്കാനറാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് അധികവും ഗ്യാപ്പ് ഡൗൺ സ്റ്റോക്കുകളാണ് വന്നിരിക്കുന്നത്. ഗ്യാപ്പ് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു കേട്ടോ. ഗ്യാപ്പ് ഡൗൺ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ഇത്രയും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകൾ നോക്കാം. അപ്പോൾ ഗ്യാപ്പ് അപ്പ് സ്റ്റോക്കുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് ഗ്യാപ്പ് ഡൗൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സ്കാനർ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ API ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തത് ഫയേഴ്സ് നിയർ ഹൈ ലോ ബ്രേക്കൗട്ട് സ്കാനറാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹൈക്ക് തൊട്ടടുത്ത് നടക്കുന്നത്, ട്രേഡ് നടക്കുന്നത്, ലോക്ക് തൊട്ടടുത്ത് ട്രേഡ് നടക്കുന്നത് അറിയാനായിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഹൈക്ക് തൊട്ടടുത്ത് അറിയുകയാണെങ്കിൽ 0.2 കൊടുക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഭാരതി എയർടെലാണ് തൊട്ടടുത്ത് ഹൈക്ക് എടുത്ത് ട്രേഡ് നടക്കുന്നത്. കണ്ടോ, നമുക്കൊരു ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് 1 ഡേ ചാർട്ടാണ്. 5 മിനിറ്റ്സ് ആക്കി നോക്കാം. ഓക്കെ, ഉണ്ടോ, ഇന്നത്തെ ഹൈക്ക് തൊട്ടടുത്താണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സുകൾ വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഈ സ്കാനർ ഉപയോഗിച്ചിട്ട്. ഇനി ലോയ്ക്ക് തൊട്ട് താഴെ നടക്കുന്ന സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് 0.2 എന്ന് ലോയോട് ടൈപ്പ് ചെയ്യാം. നിയർ ലോ നോക്കാം. ഒരുപാട് സ്റ്റോക്സുകൾ ലോയ്ക്ക് അടുത്ത് ട്രേഡ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വിപ്രോ തൊട്ടടുത്താണ് നടക്കുന്നത്. ജസ്റ്റ് ചാർട്ട് നോക്കാം. ഹലോ, വിപ്രോ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. 5 മിനിറ്റ് നോക്കാം. പുതിയ ലോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സ്കാനർ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഫയർ സ്റ്റോക്ക് ഫിൽറ്റർ. ഇത് നമുക്ക് മൊമെൻറ്റമുള്ള സ്റ്റോക്സുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വോളി നടക്കുന്ന സ്റ്റോക്സുകൾ നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്തിട്ട് 3 CR കൊടുക്കാം. കണ്ടോ, അപ്പോൾ ATGL ഒക്കെ ഇന്ന് നല്ല രീതിയിൽ വോളി നടക്കുന്നുണ്ട്. 9% മുകളിൽ പ്ലസ് ആയിരുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് നല്ല മൊമെൻറ്റുള്ള സ്റ്റോക്സുകൾ ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ഒരു സ്കാനർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അത് പെർസെൻറ്റേജ് ചേഞ്ചൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്കാനർ നമ്മൾ നല്ല മൊമെൻറ്റുള്ള സ്റ്റോക്കുകളും നല്ല വോളിയുള്ള സ്റ്റോക്കുകളും കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് ഗ്യാൻ സിഗ്നൽ ആണ്. ഫയേഴ്സ് ഗ്യാൻ സിഗ്നൽ. നമുക്കറിയാം ഗ്യാൻ സ്ക്വയറിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ട് ഇത് ഗ്യാൻ ആ ഒരു ബൈ ലെവൽസും സെൽ ലെവൽസും കണ്ടുപിടിച്ച് തരും.
ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൈ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സുകളാണ് കാണുന്നത്. ഇവിടെ നമുക്ക് 1955 മുകളിലാണ് ബൈ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് 1956. അപ്പോൾ അത് ബൈ ബ്രേക്കൗട്ട് ചെയ്തു. ഇപ്പോൾ 1960, 65 ടാർഗറ്റ്. ഇനി സെൽ സിഗ്നൽ വേണമെങ്കിൽ റെഡ് സിഗ്നൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അദാനി പോർട്സ് 1375 താഴെ ലോ ആണ് സെല്ല് വന്നിരിക്കുന്നത്. ഇപ്പോൾ 1364 നിൽക്കുന്ന ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലെവൽസ് ബ്രേക്കൗട്ട് ചെയ്യാത്ത സ്റ്റോക്കുകൾ കിട്ടണമെങ്കിൽ യെല്ലോ സിഗ്നൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബൈ എന്ന് പറയുന്നത് 700 എബോ ആണ്. ഇപ്പോൾ 698 നടക്കുന്നത്. സെൽ എന്ന് പറഞ്ഞാൽ 695 ബിലോ ആണ്. അപ്പോൾ ബ്രേക്കൗട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സുകളും കിട്ടും. ഓൾറെഡി ബ്രേക്കൗട്ട് ചെയ്ത സ്റ്റോക്കുകളും ഇങ്ങനെ കിട്ടും ഗ്യാൻ സിഗ്നൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് ഗ്യാൻ സ്ക്വയറിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നമുക്ക് ഇവിടെ തന്നെ ബൈയും സെല്ലൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഫയേഴ്സ് ഫിബൊനാച്ചി സ്കാനറാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്കാനർ വർക്ക് ചെയ്യുന്നത് ഫിബൊനാച്ചി ലെവൽ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫിബൊനാച്ചിയിൽ ഗോൾഡൻ ലെവൽ എന്ന് പറയുന്നത് 61.8 ആണ്. അപ്പോൾ ആ ഒരു ലെവൽസ് വന്നിരിക്കുന്ന സ്റ്റോക്സിൽ മാത്രം നമുക്കുണ്ടെങ്കിൽ ഇവിടുന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവൽസിൽ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ പോയിരിക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് വീണ്ടും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്ക് ആണെങ്കിൽ താഴേക്ക് വന്ന് ഈ ഒരു ലെവൽസ് എടുത്തിട്ട് തിരിച്ച് കയറാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്സുകൾ നോക്കാവുന്നതാണ്. നെഗറ്റീവ് സ്റ്റോക്സുകൾ ഓക്കെ അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് റേഞ്ചൊക്കെ സെലക്ട് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എടുക്കാം. പിന്നെ ഏത് സ്റ്റോക്സിൻ്റെയും ഫിബൊനാച്ചി ലെവൽസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കി മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ സ്റ്റോക്സുകളുടെ ഫിബൊനാച്ചി ലെവൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത സ്കാനർ വോളിയം പ്രൈസ് സ്കാനറാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്സുകളാണ് വോളിയം കയറി വരുന്നത് അതുപോലെ പ്രൈസ് കയറി വരുന്നത് ആ സ്റ്റോക്സുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ടോപ്പ് 10 ഉള്ള പ്രൈസ് അപ്പ് ഹൈ വോളിയം. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നല്ല രീതിയിൽ വോളിയം കയറുന്നുണ്ട് അതുപോലെ പ്രൈസും കയറുന്നുണ്ട്. കണ്ടോ, ONGC പ്രൈസ് ഡൗൺ. അപ്പോൾ പ്രൈസ് ഇറങ്ങുന്നതനുസരിച്ച് നല്ല രീതിയിൽ വോളിയം കയറുന്ന സ്റ്റോക്സുകളാണിത്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്സുകൾ ഷോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള അപ്പ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കുകളായിരിക്കും. ഇവിടുത്തെ സ്റ്റോക്സുകൾ ഡൗൺ ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈസ് വോളിയം സ്കാനർ. അപ്പോൾ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു, പക്ഷേ അത് എക്സൽ സ്കാനർ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഗൂഗിൾ ഷീറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ഒക്കെ ഡിലേ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഡിലേ ഒന്നുമില്ല. ഇതൊക്കെ ലൈവ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും ഇത് അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ ബയോ സെല്ലോ ആണെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് NR7 NR4 സ്കാനറാണ്. അപ്പോൾ NR7 സ്റ്റോക്സുകൾ അതുപോലെ NR4 സ്റ്റോക്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് NR7 വന്ന സ്റ്റോക്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇൻസൈഡ് ബാർ വന്ന സ്റ്റോക്സുകൾ ഉണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കും. പിന്നെ ചാർട്ടൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നമുക്ക് NR7 മാത്രം വേണമെങ്കിൽ ജസ്റ്റ് NR7 കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ NR7 സ്റ്റോക്കുകൾ കിട്ടും. ഇനി NR4 ആണെങ്കിൽ ജസ്റ്റ് NR4 ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ NR4 അതായത് നാരോ റേഞ്ച് 4 വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ കിട്ടും. ഇപ്പോൾ ഇൻസൈഡ് ബാർ ഓൺലി മതിയെങ്കിൽ ഇൻസൈഡ് ബാർ വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സ്കാനർ NR7 NR4 സ്കാനർ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ NR7 ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ NR4 ട്രേഡിംഗ് സ്ട്രാറ്റജി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നതാണ്. ഇനി അടുത്ത് NSE BSE OHL. അപ്പോൾ ഈ ഒരു സ്കാനർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഓപ്പൺ സിഗ്നൽ ടു ഹൈ ഓപ്പൺ സിഗ്നൽ ടു ലോ കണ്ടു. അത് നമ്മൾ NSEയിലാണ് കണ്ടിരുന്നത്. ഇപ്പോൾ 2 എക്സ്ചേഞ്ച് കൂടി ഇത് കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ ഹിൻഡ് പെട്രോ ഇപ്പോൾ NSEയിലും BSEയിലും ഓപ്പൺ സിഗ്നൽ ടു ഹൈ സെയിം ആണ്. അപ്പോൾ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അതായത് 2 എക്സ്ചേഞ്ചിലും ഓപ്പൺ സിഗ്നൽ ടു ഹൈ ലോ അല്ലെങ്കിൽ സെയിം ആയിരിക്കണം. അപ്പോൾ ഇന്ന് ഹിൻഡ് പെട്രോ, പെട്രോനെറ്റ്, ശ്രീറാം ഫിനാൻസ്, പീഡിലൈറ്റ് ഇന്ത്യ, സോളാർ ഇൻഡസ്ട്രീസ്, ട്രെൻഡൊക്കെ NSEയിലും BSEയിലും ഓപ്പൺ സിഗ്നൽ ടു ഹൈ സെയിം തന്നെയാണ്. ഒരുപാട് സ്റ്റോക്സുകൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ സിഗ്നൽ ടു ഹൈ വന്നിട്ടുണ്ടെന്ന് മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് ഇവിടെ ഭാരതി എയർടെൽ ഓപ്പൺ സിഗ്നൽ ടു ലോ ആണ് 2 എക്സ്ചേഞ്ചിലും NSEയിലും. ആ റേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. NSEയിലും BSEയിലും സെയിം തന്നെയാണ്, ഓപ്പൺ സിഗ്നൽ ലോ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഓപ്പൺ സിക്കൽ ടു ഹൈ ആണെങ്കിൽ ഓപ്പൺ സിക്കൽ ലോ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്സുകൾ ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു ഓപ്പൺ ടൈമിൽ ഒരുപാട് സ്റ്റോക്സുകൾ ഓപ്പൺ സിക്കൽ ടു ഹൈ വരും, പിന്നീട് അത് മാറും. പക്ഷേ ഇത് 2 എക്സ്ചേഞ്ചിലുമാണ് ആ ഒരു നോക്കുന്നത്, ഓപ്പൺ സിക്കൽ ടു ഹൈ ആണോ ഓപ്പൺ സിക്കൽ ലോ ആണെന്ന്. അപ്പോൾ 2 എക്സ്ചേഞ്ചിൽ വരുന്ന സ്റ്റോക്സുകളിൽ ഇതിനുവേണ്ടി ആക്യുറസി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് വോളിയം സ്പൈക്ക് അറ്റ് ഓപ്പണിംഗ്. ഇത് നമുക്ക് ഏതൊക്കെ സ്റ്റോക്സുകളാണ് വോളിയം സ്പൈക്ക് വന്നിട്ടുള്ളത് ഓപ്പണിംഗ് ടൈമിൽ അതറിയാൻ സാധിക്കുന്ന ഒരു സ്കാനറാണ്. ഇപ്പോൾ പെട്രോനെറ്റ് വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോക്സുകളാണ് ഇന്ന് വോളിയം സ്പൈക്ക് വന്നിട്ടുള്ളത് ഓപ്പണിങ്ങിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്സുകളിലൊക്കെ എന്താ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളതാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സ്കാനേഴ്സാണ് നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൻ്റെ എല്ലാ സ്കാനറും ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഫറൻസിൽ ഫയർസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോം പേജിൽ ഇവിടെ ഫയർസിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫയർസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൻ്റെ ഈ ഒരു സ്കാനേഴ്സും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സെയിം വാട്സപ്പ് നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.